സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് നൽകി തുടങ്ങി. എടയന്നൂർ തെരൂർ MLP സ്കൂളിലാണ് ഉച്ചഭക്ഷണമായി ബുധനാഴ്ച ഫ്രൈഡ് റൈസ് വിളമ്പിയത്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രുചികരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ തുടക്കം. സാധാരണയായി ലഭിക്കുന്ന ചോറിന്റെയും കറിയുടെയും പകരമായി ഫ്രൈഡ് റൈസ് നൽകിയത് കുട്ടികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. ഭക്ഷണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നുമാണ് അധ്യാപകരുടെ പ്രതികരണം. വിദ്യാർത്ഥികൾ ആഹ്ലാദത്തോടെ സ്വീകരിച്ചത് കാണുമ്പോൾ ആത്മസന്തോഷം നൽകുന്നുവെന്ന് പ്രധാന അധ്യാപകൻ PV സഹീർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പുതിയ മെനുവിൽ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി ഉൾപ്പെടെ കുട്ടികൾക്ക് കൂടുതൽ പോഷക മൂല്യങ്ങൾ ലഭിക്കുന്ന ഭക്ഷണം നൽകണം എന്ന നിർദ്ദേശത്തോട് അനുകൂലിക്കുകയാണ്. പക്ഷേ ഉച്ചഭക്ഷണ വിതരണത്തിൽ ലഭിക്കുന്ന തുകയുടെ കാര്യത്തിലുള്ള ആശങ്ക പ്രധാന അധ്യാപകരെ അലട്ടുന്നുകൂടിയുണ്ട്. പുതുതായി പ്രഖ്യാപിച്ച മെനുവിലെ ഫ്രൈഡ് റൈസ് ഇന്ന് വിദ്യാലയത്തിൽ തയ്യാറാക്കി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഫ്രൈഡ് റൈസ് നിലവിൽ മാവേലി സ്റ്റോറിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി ഉപയോഗിച്ച് നല്ല രീതിയിൽ പാചകം ചെയ്തു ഇന്ന് മക്കൾക്ക് വിതരണം ചെയ്തു. കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ രുചിയോടുകൂടി ആ ഭക്ഷണം നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. സാമ്പത്തിക ചിലവ് അധികമാണെങ്കിലും കൂടുതൽ ഫണ്ട് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് അധ്യാപകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.